ഒരു വേള ഇ.പി. ജയരാജൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പരിഭവവും പരാതിയുമില്ലാത്തവർ ആരുണ്ട്. തന്നേക്കാൾ ജൂനിയറായ എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെയാണ് ഇ.പി. നേതൃത്വവുമായി ഇടഞ്ഞത്. മട്ടന്നൂരിൽ വീണ്ടും മത്സരിപ്പിക്കാത്തതിലും പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വന്ന റിസോർട്ട് വിവാദത്തിലും ജയരാജൻ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലത്തേതാണ് ഇ.പി. തന്നെ സ്ഥിരീകരിച്ച പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച. എന്തൊക്കെ കാര്യങ്ങൾ ഇരുവരും തമ്മിൽ സംസാരിച്ചതെന്നതിലും വ്യക്തതയില്ല. ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോവുകയായിരുന്നു, അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, അത് ഞാനുമായിട്ട് വേണ്ട, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന CPM വിമർശനത്തിന് തിരിച്ചടിയാണ് ഇ.പി. വിവാദം. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ കോൺഗ്രസിന് കിട്ടിയ ആയുധമായി ഇ.പിയുടെ പരസ്യ പ്രതികരണം. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീലാണ്. കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഏജൻസികളുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ BJPയുമായിട്ടൊരു അവീത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പൊ ജയരാജൻ പ്രതിയായി. നേരത്തെ പാർട്ടിക്കുള്ളിലാണ് ഇ.പി. ജയരാജൻ പ്രതിസന്ധി സൃഷ്ടിച്ചതെങ്കിൽ പുതിയ വിവാദം ഇടതുമുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.